സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 5-ാം വാക്യം. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. കർത്താവിൽ പ്രിയരെ, നാം ഇന്ന് വായിക്കുന്ന ചെറിയൊരു വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. പത്രോസും യോഹന്നാനും ഒരു ദിവസം ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഇരുന്ന ഒരു ഭിക്ഷക്കാരൻ അവരോട് ഭിക്ഷ ചോദിക്കുകയും ആ സമയം അതിന് മറുപടിയായി പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് സൗഖ്യമാക്കിയ അത്ഭുത പ്രവൃത്തിയാണ്. അതിൻ്റെ ഒരു അംശമാണ് 5-ാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. ഇവിടെ ഒരു ഭിക്ഷക്കാരൻ ദൈവാലയത്തിൽ പോകുന്നവരോട് ഭിക്ഷ ചോദിക്കാൻ ഇരിക്കുകയാണ്. അവൻ്റെ ബന്ധുമിത്രാദികൾ അവനെ ഒരു വരുമാന മാർഗമായി ഉപയോഗിക്കുകയാണ്. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. ഇവനെ ചിലർ ദൈവാലയത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. ഇവനെ കൊണ്ടുപോയി ഇരുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദ്ദേശം ഇവൻ സൗഖ്യം പ്രാപിക്കണം എന്നല്ല, ഇവൻ വിടുതൽ പ്രാപിക്കണം എന്നല്ല, ഇവൻ അനുഗ്രഹം പ്രാപിക്കണമെന്നുമല്ല. ഇവനെ ഉപയോഗിച്ച് ചിലർ ജീവിക്കുകയാണ്. ഒരു പക്ഷേ അവൻ്റെ ബന്ധുമിത്രാദികളാകാം, അവൻ്റെ ഭവനത്തിലുള്ളവരാകാം. ഇവൻ ഭിക്ഷ എടുക്കുന്നത് ഓരോ ദിവസവും സ്വീകരിച്ച് അത് അവർ കൈക്കലാക്കി അവർ അതുകൊണ്ട് ഉപജീവനം കഴിക്കുകയാണ്. ഇവനെ അതിനായി ഉപയോഗിക്കുകയാണ്. ഓരോ ദിവസവും അവർ ചെയ്യുന്നത് ഇവനെ ദൈവാലയത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തുക എന്നുള്ളതാണ്. വൈകുന്നേരം അവൻ്റെ കയ്യിലുള്ള കാശെല്ലാം നുള്ളിപ്പെറുക്കി എടുത്തുകൊണ്ട് അവനെ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇവനെ കൊണ്ടുചെന്ന് ഇരുത്തുന്നവരുടെ ജോലി ഇത് മാത്രമാണ്. ഇവനെ ഉപയോഗിച്ച് അവരും ജീവിക്കുന്നു. ഇവൻ്റെ നന്മ, ഇവൻ്റെ നിത്യമായ സൗഖ്യം അവരാരും ആഗ്രഹിക്കുന്നില്ല. ഈ മനുഷ്യൻ വർഷങ്ങൾ അങ്ങനെ ജീവിച്ചു പോരുകയാണ്. അനേകർ അവന് പള്ളിയിൽ പോകുമ്പോൾ ഭിക്ഷ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതാ ഒരു ദിവസം പത്രോസും യോഹന്നാനും പ്രാർത്ഥന സമയത്ത് അഥവാ ആരാധന സമയത്ത് ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ അവരോടും ഈ മനുഷ്യൻ, ഈ മുടന്തനായ മനുഷ്യൻ, ഈ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യൻ ഭിക്ഷ ചോദിക്കുകയാണ്. അതിന് അവർ പറഞ്ഞ മറുപടിയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കാൻ. അവൻ ആ സമയത്ത് തന്നെ
സൗഖ്യം പ്രാപിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3:7 ക്ഷണത്തിലാണ് എല്ലാം സംഭവിച്ചത്. ഒരു നിമിഷം കൊണ്ട് അവൻ്റെ കാലും നരിയാണി ഉറച്ച് അവൻ ബലപ്പെടുകയാണ്. അവൻ സൗഖ്യം പ്രാപിച്ച് കുതിച്ചെഴുന്നേറ്റ് ഒരു സാക്ഷിയായി തീരുകയാണ്. ക്ഷണത്തിൽ കാര്യങ്ങൾ നടക്കുവാൻ, ക്ഷണത്തിൽ അത്ഭുതം നടക്കുവാൻ നാം ഈ മനുഷ്യൻ പത്രോസ്, യോഹന്നാൻ എന്നിവർ ദൈവാലയത്തിൽ പോയപ്പോൾ കൈനീട്ടിയതുപോലെ ത്രിയേക ദൈവത്തിങ്കലേക്ക്, യേശുവിങ്കലേക്ക് കൈനീട്ടാം. അവിടുന്ന് നമുക്ക് നൽകുന്നത് വല്ലതുമല്ല, സകലവും. ആമേൻ, ആമേൻ. കൃപമതി യേശുനാഥാ, തവ കൃപമതി എന്നുമെന്നും. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. കൃപയാൽ പുതുജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി. കൃപയാൽ പുതുജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി. കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാലെന്നും നടത്തിയിടുന്നു. കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാലെന്നും നടത്തിയിടുന്നു. കൃപമതി യേശുനാഥാ, തവ കൃപമതി എന്നുമെന്നും. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. നിലയ്ക്കാത്ത വേദനകൾ, നിലയാത്ത നേരങ്ങളിൽ, നിലയ്ക്കാത്ത വേദനകൾ, നിലയാത്ത നേരങ്ങളിൽ നീങ്ങിപ്പോകും തവ കൃപയാൽ. നിന്റെ കൃപയത്ര അത്ഭുതം.